പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ഫുട്ബോൾ ലോകം. മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ കടന്നുപോകുന്നത് ഏറ്റവും ദയനീയമായ അവസ്ഥയിലൂടെയാണ്. കാരണം തുടരെയുള്ള പരാജയങ്ങൾ അവരെ ഇപ്പോൾ വല്ലാതെ തന്നെ അലട്ടുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുഖ്യ പരിശീലകനായ പെപ് ഗാർഡിയോള ഇപ്പോൾ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നതിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെ ഏറ്റവും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് പരമാവധി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ചാനൽ 1K എത്താനായി ഇനി കുറച്ച് സബ്സ്ക്രൈബേഴ്സിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൂടെ തന്നെ കടക്കാം. എന്നാലും മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുഖ്യ പരിശീലകനായ പെപ് ഗാർഡിയോള പറഞ്ഞ ചില കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാനായിട്ട് പോകുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: മാഞ്ചസ്റ്റർ സിറ്റിയുടെ ചാമ്പ്യൻസ് ലീഗ് യോഗ്യത ഇപ്പോൾ സംശയനിഴലിൽ തുടരുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അത്രയ്ക്കും മോശമായ പ്രകടനത്തിലൂടെയാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിലേക്കുള്ള മാഞ്ചസ്റ്റർ സിറ്റിയുടെ യോഗ്യത ഇപ്പോൾ സംശയനിഴലിലാണ് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ഇവിടെ എടുത്തു പറയുന്നത്. എന്തായാലും കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ പെപ് ഗാർഡിയോള ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്ന് തന്നെ നമുക്കിവിടെ പറയേണ്ടി വരും. എന്തായാലും മാഞ്ചസ്റ്റർ സിറ്റിയെ രക്ഷിക്കാനായി പെപ് ഗാർഡിയോള മെസ്സിയെ കൊണ്ടുവരാനായി ഉദ്ദേശിക്കുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ വെറും ഫേക്ക് ന്യൂസ് ആണെന്നുള്ള റിപ്പോർട്ടുകൾ പിന്നീട് പുറത്തേക്ക് വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി ചാമ്പ്യൻസ് ലീഗിലേക്ക് യോഗ്യത നേടുന്നതിൻ്റെ കാര്യം ഇപ്പോൾ സംശയനിഴലിലാണെന്നുള്ള കാര്യമാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുഖ്യ പരിശീലകനായ പെപ് ഗാർഡിയോള ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്.